നമസ്കാരം. മഹാശിവരാത്രി അടുത്തെത്തിക്കഴിഞ്ഞു. എല്ലാവരും ശിവരാത്രിക്കായിട്ടുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു എന്നറിയാം. ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്ന ആൾക്കാർ നാളെ മുതലാണ് വ്രതം തുടങ്ങേണ്ടത്. 3 ദിവസങ്ങളിലായിട്ടാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. 26-ാം തീയതി ബുധനാഴ്ചയാണ് ശിവരാത്രി വരുന്നത്. നാളെ അതായത് 25-ാം തീയതി മുതൽ നമ്മൾ വ്രതം ആരംഭിച്ചു തുടങ്ങണം. ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ പുണ്യകരമാണ്. സാധിക്കുന്ന എല്ലാവരും തന്നെ വ്രതം അനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കുക. 1000 ഏകാദശിക്ക് തുല്യമാണ് അരശിവരാത്രി എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയധികം പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ശിവരാത്രി. നാളെ മുതലാണ് വ്രതം ആരംഭിക്കുന്നത്. നാളെ രാവിലെ ഗോതമ്പിൻ്റെ എന്തെങ്കിലും ആഹാരം കഴിക്കാവുന്നതാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് അരിയാഹാരം കഴിക്കാം. നാളെ ഒരിക്കലാണ്, ഒരു നേരം മാത്രമേ അരിയാഹാരം കഴിക്കാൻ പാടുള്ളൂ. രാത്രിയിൽ പഴവർഗ്ഗങ്ങൾ കഴിച്ച് വ്രതമനുഷ്ഠിക്കാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് കൊണ്ടും തെറ്റില്ല. ശിവരാത്രി ദിനം അതായത് ബുധനാഴ്ച പൂർണ്ണ ഉപവാസം നടത്തുന്നവർ തലേ ദിവസം രാത്രി അതായത് നാളെ രാത്രി ഗോതമ്പിൻ്റെ ആഹാരം കഴിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മുഴുവൻ ദിവസവും ഉപവാസം ഇരിക്കുന്നത് വഴി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ശിവരാത്രി ദിവസം രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം. വീടും പരിസരവും എല്ലാം തന്നെ തലേ ദിവസം തന്നെ മുഴുവനായിട്ടും വൃത്തിയാക്കിയിരിക്കണം. അത് നിർബന്ധമാണ്. ശിവരാത്രി ദിവസം വെള്ളം പോലും കുടിക്കാതെയാണ് ഉപവാസം അനുഷ്ഠിക്കേണ്ടത്. അതായത് വൈകുന്നേരം വരെ വെള്ളം വരെ കുടിക്കാതെ ഉപവാസം അനുഷ്ഠിച്ച ശേഷം വൈകുന്നേരങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ഇളനീരോ പഴങ്ങളോ കൊണ്ടുപോയി പൂജ നടത്തി ആ പഴവും ഇളനീരും കഴിക്കാവുന്നതാണ്. രാത്രിയിൽ ഉറക്കമൊഴിക്കണം. അത് ടിവിയോ സിനിമയോ ഒന്നും കണ്ടിട്ടല്ല, നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം ആ ദിവസം ഉറക്കമൊഴിയേണ്ടത്. പിറ്റേ ദിവസം രാവിലെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി അവിടുന്ന് തീർത്ഥം സേവിച്ച ശേഷം വ്രതം അവസാനിപ്പിക്കാം. അതിനുശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ്. അരിയാഹാരം വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അവിടെ നമ്മുടെ വ്രതം അവസാനിച്ചു. വ്രതം അവസാനിച്ച ശേഷം ഉറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല അതിൻ്റെ ശരിയായ രീതി എന്ന് പറയുന്നത്. സന്ധ്യക്ക് വിളക്ക് കത്തിച്ച ശേഷമാണ് ഉറങ്ങേണ്ടത്. ഒരു 7 മണി 7:30 ആവുന്ന സമയത്തേക്കും നിങ്ങൾക്ക് ഉറങ്ങാം. അതുവരെ ഉറങ്ങാൻ പാടുള്ളതല്ല. അപ്പോൾ ഞാൻ ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ മാത്രം വ്രതം അനുഷ്ഠിക്കാൻ ശ്രമിക്കുക. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് വഷളാവാതെ നോക്കേണ്ടത് അവരവരുടെ ഉത്തരവാദിത്തമാണ്.